ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സോയ ചാപ്പ് ഗ്രേവി ആണ്. ഇതിൻ്റെ സോയ ചാപ്പ് സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ചാപ്പ് സ്റ്റിക്ക് നമ്മൾ ഫ്രീസറിൽ നിന്നെടുത്ത് കുറച്ച് സമയത്തേക്ക് വെള്ളത്തിലേക്കൊന്ന് മാറ്റണം. എന്നിട്ട് വെള്ളത്തിൽ ഏകദേശം 1 മണിക്കൂർ സമയത്തേക്കെങ്കിലും നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളിതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്കൊരു 2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന സോയ ചാപ്പ് സ്റ്റിക്ക് നമുക്ക് ഇതിലേക്ക് അതുപോലെ തന്നെ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്റ്റിക്കും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് ചൂട് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലപോലെ സൈസിലൊക്കെ ഇച്ചിരി വലിപ്പം വെച്ച് നന്നായിട്ട് ഒന്ന് വെന്തൊക്കെ ഒന്ന് വരും. എന്നിട്ട് നമുക്കത് അതിന് ശേഷം നമുക്കത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ചൂടുവെള്ളത്തിൽ നിന്ന് നമുക്കത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ സ്റ്റിക്ക് നമുക്കതിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റിക്ക് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാ സ്റ്റിക്കും റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഈ വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വലുപ്പമോ അല്ലെങ്കിൽ ഇതിലും വലിയ വലുപ്പത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലെയേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോയ ചാപ്പ് സ്റ്റിക്കാണ്. മേടിക്കുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന സോയ പീസസ് എല്ലാം കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ, അതിൻ്റെ മുകളിൽ വശമൊക്കെ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം നമുക്കിതൊന്ന് എണ്ണയിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ചൂടാക്കിയ എണ്ണ, ഒരു 2 ടീസ്പൂൺ എണ്ണ ഇതുപോലെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലയൊന്ന് ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണിത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചാട്ട് മസാല, അതുപോലെ 1 ടീസ്പൂൺ ചാട്ട് മസാലയാണിത്. ചാട്ട് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തൈര്. തൈരിന് ഒത്തിരി പുളിയുള്ള തൈരാകാൻ പാടില്ല. പുളി കുറച്ചിട്ടുള്ള തൈര് നമുക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഈ സോയ ചാപ്പ് സ്റ്റിക്ക് നല്ലപോലെ ഒരു ബ്രൗൺ കളറ് ഒക്കെ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ്ചർ നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ ഈ സോയ ചാപ്പ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് നല്ലപോലെ അതിൻ്റെ പുറകിലൊക്കെ നല്ലപോലെ ഒന്ന് കോട്ടാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതായതിപ്പം ഞാനത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഇവിടെ ഞാനൊരു 2 തക്കാളിക്ക ഇതുപോലെ റഫായിട്ട് അരിഞ്ഞ് മിക്സിയിലേക്ക് അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 2 സവോള നല്ല തിന്നായിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് സവോളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. സവോളയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി
നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം. ഒന്ന് തണുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി അതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കണം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് മസാലയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം വഴനയില, 2-3 ഗ്രാമ്പൂ, അതുപോലെ 2-3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇവയെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഡ്രൈ മസാല കൂടെ ആഡ് ചെയ്തിട്ട് പൊടി മസാല കൂടെ ആഡ് ചെയ്യാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1-1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒനിയൻ തക്കാളിക്കയുടെ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അല്പസമയം 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. കരിഞ്ഞു പോകരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ മസാലയിൽ നിന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതാ ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചാപ്പിൻ്റെ പീസസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ സോയാ ചാപ്പ് മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതുപോലെ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഇത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാനാണ്. ഗ്രേവി നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ നന്നായി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറും അതുപോലെ തൈര് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന പാത്രത്തിൽ കൂടെ നമ്മൾ എല്ലാം കഴുകി ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സോയാ ചാപ്പ് ആ ഗ്രേവിയിൽ കിടന്ന് അതിൻ്റെ മസാലയൊക്കെ ചാപ്പിലേക്കും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതായിരിക്കും. ആ കറിയിൽ നല്ലൊരു ഫ്ലേവർ ഒക്കെ ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചൊരു 5 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ട നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഞാനിപ്പം ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിവിടെ തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് അനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കസൂരി മേത്തി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പൊടിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ കസൂരി മേത്തിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. നമുക്ക് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് തുറന്ന് കൊടുത്ത് അതിലേക്ക് മല്ലിയില ചെറുതായിട്ട് ഇട്ടിട്ടുള്ള മല്ലിയില കൂടി ആഡ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോയാ ചാപ്പ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇനിയും മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.